നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ. മലപ്പുറം ജില്ലയെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ PR ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ PR ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ ഒരു സംഘപരിവാർ അജണ്ടയുണ്ട്. മലപ്പുറത്ത് തീവ്രവാദമാണ്, മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇൻ്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ്. ഇവിടെ നിലമ്പൂരിൽ LDFിൻ്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ്. A വിജയരാഘവൻ്റെ ഒരു ഡസനിലേറെയുള്ള പ്രസ്താവനകൾ, മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എൻ്റെ കയ്യിലുണ്ട്. നിരവധി കാര്യങ്ങൾ, ഒരു വിഷയത്തിലല്ല. ഏറ്റവും അവസാനം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്നാണ് പറഞ്ഞത്. ആ വാദത്തിൽ വിജയരാഘവൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? 95,000 ചില്ലാനം വോട്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് കിട്ടിയ വോട്ട്. 95,000 അധിക വോട്ട്, അതായത് 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം. 30,000 താഴെയാണ് സത്യൻ മൊകേരിയുടെ വോട്ട് കിട്ടിയത്. 65,000 ഭൂരിപക്ഷമാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ 95,000 പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകൾ തീവ്രവാദികളാണ്. അതാണ് എൻ്റെ ചോദ്യം. മറുപടി പറഞ്ഞേ മതിയാവും. തീവ്രവാദികളാണോ? പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വയനാട് നിയോജകമണ്ഡലത്തിൽ ജയിപ്പിച്ചത് വർഗീയ തീവ്രവാദികളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് ഈ വിജയരാഘവൻ നടത്തിയിട്ടുള്ളത്. മലപ്പുറത്തെക്കുറിച്ച്, ലീഗ് നേതാക്കളെക്കുറിച്ച്, സാദിഖ് അലി തങ്ങളെക്കുറിച്ച്, ഇവിടെ നടന്ന എല്ലാ സംഭവത്തെക്കുറിച്ചും, ഇവിടെ നടന്ന സമരങ്ങളെക്കുറിച്ച്, ഹൈവേക്ക് അണ്ടർപാസ് വേണമെന്ന് നടത്തിയ സമരവും മലപ്പുറത്ത് വരുമ്പോൾ തീവ്രവാദികളാണ് സമരം നടത്തുന്നത്. ബാക്കി ജില്ലയിലൊന്നും അല്ല. ഇവിടെ എത്തുമ്പോൾ തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദികളെന്നും ഇസ്ലാം തീവ്രവാദികളെന്നും മലപ്പുറത്തെ തീവ്രവാദികളെന്നും വ്യാപകമായി CPM നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും പറയാനുള്ളത്, ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിലമ്പൂരിൽ CPI സ്ഥാനാർത്ഥിക്ക്, LDF സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ട്, പൊളിറ്റിക്കലായി കിട്ടേണ്ട വോട്ട് 29,000 അല്ലല്ലോ, ആണോ? അവർ അതിനേക്കാൾ കൂടുതൽ വോട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് വോട്ടിട്ട് ആ വോട്ട് കിട്ടിയില്ലല്ലോ. അപ്പം നിങ്ങളുടെ വോട്ട് പോയില്ലേ പ്രിയങ്ക ഗാന്ധിക്ക്?